ബാക്കി കാശിട്ടാ വണ്ടി ഞാൻ വിടുകയല്ല. ഒരുപാട് മറ്റേ വർത്താനം പറയുന്നത് എന്നോടും പറയണ്ട. പിന്നെ സൗകര്യമില്ല. ഇല്ല, ബാഗ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല. എന്റെ 20 രൂപയുടെ ബാക്കി 7 രൂപ 50 പൈസ തരണം. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നീ ആ രീതി അമ്മേനു ഏതുമ്പോ നിന്നെ എടുത്തോളാ. എന്നാ കളിക്കാൻ ഇവിടെ ഒരു തുണിയിലേപ്പുണ്ടോ? വിശ്രമിക്കണേ, എന്റെ കടയിലോട്ട് വരാം. നല്ല റൊട്ടി മുറുകിയൊക്കെ കഴിച്ച്. മുറുകിയോ? എന്താന്ന് മുറുകി? ആർക്ക് വേണം നിന്റെ മുറുകിയും തൊത്തി? തലക്ക് സുഖമില്ല, തളർന്നു. ഞാൻ ഇന്ത്യയിലൊന്ന് വരട്ടി നോക്കിയാലോ? सुनो अबे, एक जगह सारे खराब है. अगर वापस जाने हो तुम होश में आओ. अरे साले सजा के बच्चे, तुम्हारा हिंदी मैं भी जानता हूँ. 2 लड़ाई देखा है मैंने. तुम जैसों को गोलियां मार मार कर टिकाना गया है. तुमने मुझे पागल समझा है? मार मार कर हड्डी पतली कर दूंगा. उल्लू का पट्टे. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പഞ്ചാബിൽ വെച്ച് പരിചയമുള്ള കാര്യം പറയുന്നു. Hey, you go and ask. Me? Yeah, go man. Excuse me, what do you want? ഇതേടാ അടുത്ത കുറിച്ച്. What's the problem? എടാ കോപ്പെ മലയാളത്തിൽ പറ. Hey, you come back. He's mad. മാഡത്തിന്റെ മറ്റവൻ. തമ്പി എങ്ക ഇருந்து வருது എങ്ക പോறോം. ആമാ, കറക്റ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരെയാ കാണേണ്ടത്? അങ്ങനെ നേരെ ചോദിക്ക്. എനിക്ക് പൂക്കോച്ചനെ കാണണം. ആര്? ഉടുമ്പൻ ചോലക്കാരൻ പൂക്കോച്ചൻ. അവനോട് സ്ഥലം മേടിക്കാൻ വന്നിട്ട് 1 മാസമായി. ഇവിടെ അങ്ങനെ ഒരാളില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ നോക്കുന്നേ? കൊച്ചെ അറിയാൻ മേലെ അറിയാവുന്ന ചോദിച്ചു പറ. എന്തായാലും പൂക്കോച്ചനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. മേനെ ബോലാതെ ബോലാതാ പറഞ്ഞോണ്ടിരുന്നു. എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കല്ലേ. നിങ്ങളാരാ? ഞാൻ റെക്സ് മിലിറ്ററിക്കാരനാണ്. എന്റെ ഫ്രണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ. അവൻ എനിക്ക് അത്യാവശ്യം കാണണം. അവനെ കണ്ടിട്ട് ഇനി ഉടുമ്പൻ ചോലക്ക് ഞാൻ ഉള്ളൂ. ഇതല്ല ഞാൻ പറഞ്ഞ പൂക്കോച്ചൻ. പൂക്കോച്ചനെ അല്ല, നീ എപ്പ എത്തി? ഓ, വന്ന് പെട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്നാ സ്ഥലമാണാവേ? ഹിന്ദി ഇംഗ്ലീഷും തമിഴും എല്ലാം കൂടെ. നീ കേറ്. आपको मालूम? What a nasty fellow. बहुत अच्छा आदमी. സർ, മൂർത്തിയുടെ പെർഫോമൻസ് കലക്കി. ഈ ടൗൺഷിപ്പ് ആകെ വിരണ്ടിട്ടുണ്ട്. സോറി സാർ, ഞാൻ എന്റെ അതിരുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ചിലപ്പോൾ കുറച്ച് ഓവർഡൂ ചെയ്യേണ്ടി വരും. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നിർണായകമായ ചില നീക്കങ്ങൾ നടത്താറായിരിക്കുന്നു. അതാ മൂർത്തിയെ വിളിപ്പിച്ചത്. There is a message for you, sir. Any information? Yes, sir. ബസ് എക്സ്പ്ലോഷൻ നടന്ന അന്ന് തന്നെ there was a case of missing. ഒരു പ്രധാന വ്യക്തിയെ കാണാതായിട്ടുണ്ട്. What? Yes, ഒരു സയന്റിസ്റ്റ്. ബദ്ദാപുര സ്പേസ് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് മിസ്റ്റർ ഗുഹൻ മേനോൻ. റിപ്പോർട്ട് കിട്ടിയ ഇന്നലെയാണ്. ബട്ട് ഹി ഈസ് മിസ്സിംഗ് ഫ്രം ദ സെയിം ഡേ. ബസ് പൊട്ടിത്തെറിച്ച അതേ ദിവസം തന്നെ ബദ്ദാപുരത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ കാണാതായിരിക്കും. ഇറ്റ്സ് എ കോൺഫിഡൻഷ്യൽ ന്യൂസ്. പത്രക്കാർ പോലും അറിഞ്ഞിട്ടില്ല. ഗുഡ്. ദാറ്റ് മേ ബി എ ഗുഡ് ലിങ്ക്. ഒരുപക്ഷേ നമുക്ക് ബസ് എക്സ്പ്ലോഷനുമായി ഈ സംഭവത്തെ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഐ ഡീറ്റെയിൽ യു. കം. ബസ് എക്സ്പ്ലോഷൻ എന്തിനു വേണ്ടി എന്നതിനേക്കാൾ ഉപരി ആര് എന്ന പോയിന്റാണ് ഞാൻ ഇതുവരെ ട്രേസ് ചെയ്തത്. ഐ ഹാവ് റീച്ച്ഡ് എ കൺക്ലൂഷൻ. ശങ്കർ ദേവ് റാണ. സൊസൈറ്റിയിൽ ഏറ്റവും അധികം റെപ്യൂട്ടേഷൻ ഉള്ള റാണ എന്ന വ്യവസായ പ്രമുഖനാണ് ഇതിന്റെ പിന്നിൽ എന്നത് വ്യക്തം. ബട്ട് വൈ? വാട്ട് ഫോർ? എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്തു? അതിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത്. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചാരിറ്റി സെന്ററിന്റെയും മറവിൽ റാണ ചെയ്യുന്നത് വെറും മയക്കുമരുന്ന് വ്യാപാരമാണെന്ന് വളരെ എവിഡന്റാണ്. ഇതിനു വേണ്ടി അയാൾ ഉപയോഗിക്കുന്നത് നിരപരാധികളായ വിദ്യാർത്ഥികളെ. ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് കൊടുക്കുന്നു. അതിന് അയാൾക്ക് ഏജന്റുമാരുണ്ട്, ലൈക്ക് മൊട്ടേൽസ്, റെസ്റ്റോറന്റ്സ്. ഒരിക്കൽ അടിമകളായി കഴിഞ്ഞാൽ ഡ്രഗ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരെ കൊണ്ട് അത് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. സിവിയർ അഡിക്ട്സ് ആയി പഠിത്തം പോലും ഉപേക്ഷിക്കുന്ന അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്ന് മൂർത്തിക്ക് മനസ്സിലായത്. യെസ്, റാണയുടെ ബുദ്ധിശക്തി. ഏതെങ്കിലും ക്രിമിനൽ കേസിൽ മയക്കുമരുന്നിന് അടിമയായവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏതു കോടതിയും അവരെ ഇൻസൈറ്റ് ഭ്രാന്തന്മാരെ പ്രഖ്യാപിക്കും.
ഭ്രാന്തന്റെ വാക്കുകൾ ഏത് കോടതി വിശ്വസിക്കും? സോ റാണ ഈസ് സേഫ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. പിന്നെ മറ്റൊന്ന്, ഡ്രഗ് ലൈസൻസിന്റെ മറവിൽ അയാൾ മയക്കുമരുന്നുകൾ ഉണ്ടാക്കി വിദേശത്തെ കയറ്റി അയക്കുന്നു. പകരം വാങ്ങുന്നതോ മാരകമായ RDX എന്ന സ്ഫോടക വസ്തു. ഭീകര പ്രവർത്തകർക്ക് RDX വിൽക്കുന്നത് വഴി അയാൾ കോടികൾ സമ്പാദിക്കുന്നു. ഇതേ RDX ആണ് ബസ് എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരുന്നു എന്നത് തീർച്ച. എന്നാൽ എന്തിനു വേണ്ടി അയാൾ സ്ഫോടനം നടത്തി? നിരപരാധികളായ 30 കുട്ടികളെ എന്തിനയാൾ കൊന്നു? നാളെ മുതൽ നമ്മുടെ അന്വേഷണം ഇതിലേക്കായിരിക്കും. കുട്ടികൾ വന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഐ മീൻ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. കോളേജിൽ നിന്ന് ബസ് പുറപ്പെട്ടത് രാവിലെ 10 മണിക്ക്. ബദ്ദാപുരം വിട്ടാൽ പിന്നെ സാമാന്യം കൊള്ളാവുന്ന ഒരു ടൗൺ ദേവനഹള്ളിയാണ്. ദേവനഹള്ളിയിലൂടെ അവർ കൃത്യം 1 മണിക്ക് കടന്നു പോയതായി മുൻ റിപ്പോർട്ടിലുണ്ട്. ഈ ദേവനഹള്ളിയിൽ നിന്ന് ബ്ലാസ്റ്റ് നടന്ന പാണ്ഡവപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം 73 കിലോമീറ്റർ. അതായത് കേരള ചെക്ക് പോസ്റ്റ് വരെ 55 കിലോമീറ്റർ, അവിടെ നിന്നൊരു 18. അങ്ങനെ ആകെ മൊത്തം 73. ഗുഡ്. ഈ 73 കിലോമീറ്റർ കവർ ചെയ്യാൻ അവർ 2.5 മണിക്കൂർ എടുത്തു. അപ്പൊ തീർച്ചയായും ഇടയ്ക്ക് എവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയിരിക്കും. ഫുഡ് പാക്ക് ചെയ്തിരുന്നെങ്കിലും പിക്നിക് ആയതുകൊണ്ട് വഴിയിൽ നിർത്തി കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ വെള്ളം കിട്ടുന്നിടത്തോ മറ്റോ. അത് ശരിയാണ്. എന്നാൽ ദേവനഹള്ളിക്കും ചെക്ക് പോസ്റ്റിനും ഇടയിൽ കൊള്ളാവുന്ന ഹോട്ടലുകളൊന്നുമില്ല. ആകെയുള്ളത് ഒരു ഉണക്ക ചായക്കടയാണ്. അവിടെ കയറാൻ സാധ്യതയില്ല. എങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ചാലോ? തീർച്ചയായും. ചേട്ടൻ ചായ. ചായക്ക് പാലില്ല, കടുങ്കാപ്പി മതിയോ ആവോ? ഓ, ധാരാളം. ഈ സ്ഥലത്തിനെങ്ങനെ പട്ടയം കിട്ടിയ? ഓ, എങ്ങനെ കിട്ടാനാ സാറേ? അല്ല, നമ്മുടെ നാട്ടിലാണെ പിന്നെ സമാധാനമുണ്ട്. ഇവിടെ മുഴുവൻ ലീസിന്റെ പരിപാടിയാ. സ്വത്ത് മുഴുവൻ ഗൗഡന്മാരുടെയാ. ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്ത് വിലയുണ്ട്? ഓ, വിലയൊക്കെ കുറവാ സാറേ. പക്ഷെങ്കി വിശ്വസിക്കാൻ ഒക്കുകയില്ല. എപ്പോഴാ പുതിയ അവകാശികൾ കയറി വരുന്നെന്ന്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണം. ഇവിടെ കൃഷ്ണപുരത്ത് ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട്. കൃഷ്ണപുരത്ത് എവിടെയാ സാറേ? ഈയിടെ ഒരു കോളേജ് ബസ് പൊട്ടിത്തെറിച്ചില്ലേ, അതിനടുത്തായിട്ട് വരും. ആ സ്ഥലം നോക്കണ്ട സാറേ. ഉം, അതുങ്ങളുടെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല സാറേ. കഷ്ടമായിപ്പോയി. എനിക്ക് ഇപ്പോഴും ഒരു ആദ്യം അത് ഓർക്കുമ്പോ. ചേട്ടൻ അവരെ എങ്ങനെ അറിയാം? പൊട്ടിത്തെറിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇവിടുന്നല്ലേ പോയത്. എന്റെ ചായയും കുടിച്ച. എന്നിട്ടെന്താ, ആ പാറയുടെ മുകളിൽ ഫോട്ടോ പിടിക്കാൻ കയറി. കുറച്ചു കഴിഞ്ഞപ്പോ ഓടി ബസ്സേ കയറുന്ന കേട്ടു. എന്താന്ന് ചോദിച്ചിട്ടോട് പറഞ്ഞുമില്ല. ഒരുമാതിരി മരണോപ്രാളമായിരുന്നു എല്ലാത്തിനും. പിള്ളേര് പോയി തൊട്ടുപുറകെ വെടിച്ചില് പോലെ 2 വണ്ടിയും പോന്ന കണ്ടു. എന്നാലും പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോ നല്ല തങ്കം പോലത്തെ പിള്ളേരായിരുന്നു. നല്ല കാപ്പി. നമുക്ക് ഓരോന്നൂടെ അടിക്കാം. ആകാം. ചേട്ടൻ 2 കാപ്പി എടുക്കാം. ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം. ഇവിടെ കോളേജ് കുട്ടികളുടെ തിരക്കുകൂട്ടലിന് 2 പോസിബിലിറ്റീസ് ഉണ്ടാവാം. ഒന്ന്, കുട്ടികൾക്കിടയിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു അപകടം. അതായിരുന്നെങ്കിൽ ചായക്കടക്കാരൻ കണ്ടിരിക്കും. ശരിയാണ്. ദ സെക്കൻഡ് ചാൻസ്, കുട്ടികൾ എന്തെങ്കിലും കണ്ട് ഭയന്നോടുക. കാടും വന്യമൃഗങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല. പിന്നെന്തായിരിക്കും? മൂർത്തി എന്തെങ്കിലും ഈ സ്ഥലത്ത് കാണുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ആ കാണുന്ന പാലം മൂർത്തി ശ്രദ്ധിച്ചു. അതും ഈ സംഭവമായി ബന്ധമുണ്ടാകാം. അതായത് ആ ബ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതുക. സംഭവിച്ചത് കുട്ടികൾ കണ്ടു. അത് അവരിൽ ചിലർക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ തൊട്ടു പിറകെ സ്പീഡിൽ പോയെന്ന് പറയുന്ന 2 വണ്ടികൾ വെറുതെ ഒരു ഊഹം, അത്രേ ഉള്ളൂ. ഈ ഊഹം ശരിയായി കൂടുന്നില്ല. എങ്കിൽ നമുക്കിനി വേണ്ടത് ചെക്ക് പോസ്റ്റ് രജിസ്റ്ററാണ്. കടന്നുപോയ വണ്ടികളുടെ രജിസ്ട്രേഷൻ നമ്പറും സമയവും അതിൽ കണ്ടെന്നിരിക്കും.
ശരി. അവിടെ ആരെങ്കിലും ചേട്ടന് പരിചയമുണ്ടോ? കൊള്ളാം. കള്ളു പറയുന്നതിനെ അറിയാത്ത ആരാ ഉള്ളത്? 24 മണിക്കൂറും വെള്ളവാ. എന്നതാ സാറേ കാര്യം? ഓ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന്. ചെക്ക് പോസ്റ്റ് രജിസ്റ്റർ അടിച്ചെടുക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഞാൻ അല്പം ചീപ്പാകാൻ പോവാ. സാറിൽ ഇടപെടണ്ട. കടിഞ്ചായ ഉണ്ടോ ചേട്ടാ? ഉണ്ട്. പയ്യൻ രൂപയാണോ ഒരെണ്ണം എടുക്കാൻ? അയ്യോ, ഞാൻ പകലെങ്ങനെ. അയ്യോ ചേട്ടൻ അടിക്കുന്ന കാര്യം അല്ല പറഞ്ഞത്. കാലി കുപ്പി ഉണ്ടോ ഒരെണ്ണം എടുക്കാൻ? റമ്മിന്റെയോ ബ്രാൻഡിയോ? അത് കാണേണ്ടതാ. ഒരെണ്ണം എടുത്തേ. ഒരു സോഡേ. എന്തിനാ സാറേ സോഡയും ഈ കട്ടൻ ചായയും? അയ്യോ അതൊക്കെ ഉണ്ട് ചേട്ടാ, ഇങ്ങടുത്തേ. തുറന്നിട്ടിരിക്കല്ലേ, കെട്ടിയെടുത്തോണ്ട് പൊയ്ക്കൂടെ? ചെല്ല. അപ്പൊ പറഞ്ഞ പോലെ സാർ. അയ്യോ എന്തൊരു തണുപ്പ്. ഓ, കൊച്ചു വെളുപ്പാങ്കാലത്ത് തണുപ്പല്ലാതെ പിന്നെ എന്തുവാ? സാർ കുറച്ച് വെള്ളം കിട്ടുമോ? എടോ ഇത് ചെക്ക് പോസ്റ്റ് ആടോ. പച്ചക്ക് കഴിക്കാൻ വിളഞ്ഞിട്ടൊന്നുമല്ല, വെറുതെ കൂമ്പ് പാട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാ. സാറിന് താല്പര്യമില്ല, പിന്നെ എനിക്കും താല്പര്യമില്ല. കുറച്ച് വെള്ളം വേണേ തരാം. വേണ്ട സാറേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എത്ര വെള്ളം വേണേലും തരാം, സാർ ഇങ്ങോട്ട് വന്നാട്ടെ. ഓ അങ്ങനെയെങ്കിൽ പിണങ്ങി പോയാലോ? കുഞ്ഞ് ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചല്ലോ, എനിക്ക് തരാതിരിക്കാൻ പറ്റൂ? ഇങ്ങോട്ട് വന്നാട്ടെ. പുറത്തിരുന്ന് എങ്ങനെയാ ഇച്ചിരി മറവൊക്കെ വേണ്ടേ? ഓ എന്തോ മറവാ, എന്നതായി പറയുന്നത്? അതല്ല, ഈ റെസ്പെക്ട് ചെയ്യണവരെ ഞാൻ റെസ്പെക്ട് അതൊന്നും സാരമില്ലെന്ന്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. പുറത്തേക്കാം. ഞാൻ ഈ ഗ്ലാസും വെള്ളം ഒന്ന് എടുത്തോട്ടെ. ഇതൊന്ന് പിടിച്ചേ. ഞാൻ പിടിച്ചാട്ട് സാറേ, ഞാൻ പൊട്ടിച്ചേരാന്നേ. ഞാൻ ഈ ദിവസം പൊട്ടിക്കുന്നല്ലോ. എന്തോ അയ്യോ ആശാൻ ഒരു ആർത്തി കൊള്ളുവല്ല കേട്ടോ. അത് നടക്കില്ല സാർ, ഇങ്ങോട്ട് തന്നാട്ടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്. കാക്കം തന്നെ കഴിച്ചു. അല്ല കമ്പനി ഷേക്കിലൂടെ ഇന്നത്തെ കണി കൊള്ളാം. അല്ല ഗ്ലാസ് എന്തിനാ? പൊട്ടിത്തെറിച്ച ബസ് KL4 9232 ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയത് 2:30-നാണ്. അതായത് ചെക്ക് പോസ്റ്റ് കടന്ന് ഏകദേശം 1 മണിക്കൂർ. 3:30 ആയപ്പോഴാണ് ബ്ലാസ്റ്റ് നടന്നത്. ചെക്ക് പോസ്റ്റും സംഭവ സ്ഥലവും തമ്മിൽ 18 കിലോമീറ്റർ ദൂരം. 18 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എന്തിനാ 1 മണിക്കൂർ? അപ്പൊ അവരെവിടെയെങ്കിലും നിർത്തിയിരിക്കണം. കാക്കക്കാലിന്റെ തണല് പോലും ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന ഹൈവേയിൽ അവിടുന്ന് ഇറങ്ങണം. ആകെയുള്ള പോലീസ് ഔട്ട് പോസ്റ്റിൽ അവർ ചെന്നതായിട്ട് റിപ്പോർട്ടും ഇല്ല. പിന്നുള്ളത് നമ്മുടെ ഈ ടൗൺഷിപ്പാണ്. ഇവിടെ എത്തുന്നതിന് 5 കിലോമീറ്റർ മുമ്പ് ബ്ലാസ്റ്റും നടന്നു. Got it. See this. 2 വാഹനങ്ങൾ KA2 4213, KA2 3849. 2:32-ന് ചെക്ക് പോസ്റ്റ് കടന്നു പോരുകയും ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ആവറേജ് സ്പീഡിൽ പോയാൽ 60 കിലോമീറ്റർ അങ്ങോട്ടും 60 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കണം. ഈ ദൂരം വിജനമായ ഹൈവേ അല്ലാതെ മറ്റൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ വാഹനങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വല്ല കൃഷിസ്ഥലങ്ങളോ മറ്റോ നോക്കാൻ? നോ. പുല്ല് പോലും മുളയ്ക്കാത്ത സെമി ഡെസേർട്ടിൽ എന്ത് കൃഷി? ഇറ്റ്സ് ബാരൻ ഫോർ 150 കിലോമീറ്റേഴ്സ്. വെറും തരിശു ഭൂമി. എനിവേ നമുക്ക് ആ 2 വണ്ടികളും ഒന്ന് പരിശോധിക്കണം.